ഏറ്റവും പ്രിയങ്കരനായ അബ്രഹാം പള്ളിവാതിക്കൽ അച്ഛനെ പറ്റി ഓർക്കുമ്പോഴെല്ലാം ഹൃദയത്തിലേക്കൊരു ദൈവകൃപ ഒഴുകിയെത്തുന്ന അനുഭൂതിയാണുള്ളത്. അത് എൻ്റെ മാത്രം ഒരു നിരീക്ഷണമല്ലെന്ന് എനിക്കറിയാം. അനേകം പേര് പരസ്പരം പങ്കുവച്ചിട്ടുള്ള ഒരു നിരീക്ഷണം കൂടിയാണത്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അച്ഛനുമായിട്ടുള്ള അടുപ്പവും അതുപോലെ ദീർഘനാളത്തെ പരിചയവും വിവേചനം വ്യക്തി ജീവിതത്തിൽ അതുപോലെ ശുശ്രൂഷ ജീവിതത്തിലും പുലർത്തേണ്ട വിവേചനം എന്നുള്ള വലിയ പുണ്യത്തെ പറ്റിയുള്ളതായിരുന്നു. അത് ശരിയും തെറ്റും തമ്മിൽ വിവേചിച്ചറിയുക, വിവേകപൂർവ്വം ജീവിക്കുക എന്നുള്ളതിൽ അച്ഛൻ നിരന്തരം നൽകുന്ന ആത്മീയ ഉപദേശങ്ങളും അതുപോലെ തന്നെ അച്ഛൻ്റെ ഉപദേശത്തെക്കാൾ ഉപരി മാതൃകയും സ്നേഹപൂർവ്വമുള്ള ശകാരങ്ങളും ഒപ്പം ഒത്തിരി പ്രോത്സാഹനങ്ങളുമെല്ലാം ജീവിതത്തിൽ വലിയ അമൂല്യമായ സമ്പത്തായി ഞാൻ കരുതുന്നു. ഈശോസഭയുടെ അടിസ്ഥാന ആത്മീയതയുടെ ഒരു പ്രചാരണവും കൂടിയായിരുന്നു അച്ഛൻ നിർവഹിച്ചിരുന്നു എന്നും കൂടിയാണ് എനിക്ക് എപ്പോഴും ബോധ്യപ്പെടുന്നത്. അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈദിക ജീവിതം ആരംഭിക്കുന്ന സമയത്ത് തന്നെ പള്ളിവാതിക്കൽ അച്ഛനുമായിട്ട് അടുത്ത് വരുവാനും പരിചയപ്പെടുവാനും സാധിച്ചു. കാരണം ഞങ്ങളുടെ കോളേജിലെല്ലാം നടന്നിട്ടുള്ള ജീസസ് യൂത്തിൻ്റെ റിട്രീറ്റുകൾ അവിടെയെല്ലാം വരുമ്പോൾ കുട്ടികൾ മനോഹരമായി പാടിയിരുന്നൊരു പാട്ട് ഫാദർ ഇബ്രാഹിം ഹാഡ് മെനി സൺസ് എന്നുള്ള ഒരു ഗാനമായിരുന്നു. അത് പൂർവ്വ പിതാവായ അബ്രാഹത്തെ പറ്റിയുള്ളതാണെങ്കിലും ഈ അബ്രാഹിം പള്ളിവാതിക്കൽ അച്ഛന് അനേകം ആത്മീയ തലമുറകളുള്ള വ്യക്തിയാണ് എന്നുള്ള നിലയിൽ ആ പാട്ട് വളരെ അർത്ഥവത്തായൊരു പാട്ടാണ്. കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി അനേകം ക്രിസ്തീയ തലമുറകൾക്ക് ജന്മം കൊടുത്ത ഒരു പിതാവാണ് ബഹുമാനപ്പെട്ട പള്ളിവാതിക്കൽ അച്ഛൻ. ഞാൻ അച്ഛനെ മറ്റുള്ള ബന്ധത്തെ വിവരിക്കുവാനായിട്ട് ഒരു ഉപമ തേടുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു വലിയ വടവൃക്ഷം, ഫലം കായ്ച്ചു നിൽക്കുന്ന വടവൃക്ഷത്തിൻ്റെ അരികിൽ അതിൻ്റെ ഫലം ശേഖരിക്കുവാൻ ചെല്ലുന്നവരെ പോലെയാണ് പലപ്പോഴും ഞങ്ങൾ അച്ഛനെ സമീപിക്കുന്നത്. അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അച്ഛൻ്റെ ഈ സ്നേഹത്തണലിൽ നിന്ന് പരിശുദ്ധിയുടെയും സമൂഹ ജീവിതത്തിൻ്റെ ധാർമ്മികതയുടെയും ഒത്തിരി ഫലങ്ങൾ അച്ഛന് ശേഖരിക്കാനാവുമായിരുന്നു. പലതവണ ഞാൻ അച്ഛനെ സന്ദർശിക്കാറുണ്ട്. തിരിച്ചു പോരുമ്പോഴെല്ലാം അച്ഛനെ കണ്ടതിലുള്ള തൃപ്തിയുണ്ട്. ഇപ്പോഴും അച്ഛനെ സന്ദർശിച്ചതിൻ്റെ സന്തോഷം അച്ഛൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നന്ദി അച്ഛൻ വിളിച്ചു പറയും. എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങോട്ട് കൊടുക്കുന്നതിനേക്കാൾ എത്രയോ അധികമാണ് ആ സാമീപ്യം വഴിയായിട്ട് ഞാൻ ശേഖരിച്ചുകൊണ്ട് പോരുന്നത് എന്നതാണ്. അച്ഛൻ്റെ പുണ്യം അതാണ്. അത് ആത്മീയതയിൽ സാത്വികനായി വളർന്ന ഒരു വടവൃക്ഷമായി നിൽക്കുന്നതായിരുന്നു. അച്ഛൻ്റെ രോഗത്തിൻ്റെ നടുവിലും ക്ഷീണത്തിൻ്റെ നടുവിലൊന്നും ഒരിക്കലും തളരാത്ത മനസ്സ്, ദൈവഹിതത്തിന് വിധേയപ്പെടുന്ന ഒരു മനസ്സും അതിന് തൻ്റെ ശരീരത്തെയും അദ്ദേഹം ഒരുക്കുകയാണ്. ഞാൻ അച്ഛനെ പറ്റിയുള്ള ശുശ്രൂഷ മേഖലയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ വിവരിക്കുന്നതിനേക്കാൾ എത്രയോ അധികമായിട്ട് എത്ര പേർക്ക് സാക്ഷ്യപ്പെടുത്താനാകും. എന്നാലും എടുത്തു പറയേണ്ട ഒന്നാണ് കേരളത്തിലെ നവീകരണ പ്രസ്ഥാനത്തിൽ അച്ഛൻ നൽകിയിട്ടുള്ള നായകത്വവും ശുശ്രൂഷയും. കേരള സഭയ്ക്ക് ആകമാനം ഒരു പരിശീലന കേന്ദ്രമായി മാറിയ എമ്മാവൂസിൻ്റെ സ്ഥാപനത്തിലും ഇവിടെ നൽകിയ പരിശീലനത്തിലും ബഹുമാനപ്പെട്ട അച്ഛൻ നൽകിയ സേവനം, അച്ഛൻ്റെ സമർപ്പണം പകരം വെക്കാനില്ലാത്തതാണ്. അത്രമാത്രം സഭയെ വളർത്തുവാനായിട്ട് സാധിച്ചു.